കൊളസ്ട്രോൾ എല്ലാവരും വില്ലനായി കരുതുന്ന ഒന്ന് തന്നെയാണല്ലേ. എന്നാൽ ഈ കൊളസ്ട്രോൾ എന്ന് പറയുമ്പം നല്ല ഗുണങ്ങളാണ് നമ്മുടെ ബോഡിയിൽ ചെയ്യുന്നത്. പല ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കാനും വിറ്റമിൻ അബ്സോർബ് ചെയ്യാനും ദഹനത്തിനെ പ്രൊമോട്ട് ചെയ്യാനും ബൈൽ അതായത് പിത്തരസത്തിനെയൊക്കെ ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ് നമ്മുടെ ശരീരത്തിൽ കൊളസ്ട്രോൾ ചെയ്യുന്നത്. എന്നാൽ ഇതിൻ്റെ ആ ഒരു കണ്ടന്റ് അധികമാകുമ്പോഴാണ് അത് ബുദ്ധിമുട്ടുകളായിട്ട് ലീഡ് ചെയ്യുന്നത്. എസ്പെഷ്യലി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന LDL കൊളസ്ട്രോൾ, ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻസ് അഥവാ ബാഡ് കൊളസ്ട്രോൾ എന്ന് പറയും. നമ്മൾ ജസ്റ്റ് ഒരു ലിപ്പിഡ് പ്രൊഫൈൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ LDL, HDL, അതേപോലെ തന്നെ ടോട്ടൽ കൊളസ്ട്രോൾ, ട്രൈഗ്ലിസറൈഡ്സ് ഇത്തരം വാല്യൂസ് ആണ് നമ്മൾ കാണാറുള്ളത്. അപ്പം ഇതിൽ എന്തെങ്കിലും വേരിയേഷൻസ് കാണിക്കുമ്പോഴാണ് നമ്മൾ ഒരു ഡയറ്റും അതേപോലെ തന്നെ എക്സസൈസും ഫോക്കസ് ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ബാഡ് കൊളസ്ട്രോൾ അല്ലെങ്കിൽ LDL കൊളസ്ട്രോളിനെ എങ്ങനെ കുറയ്ക്കാം, അതേപോലെ HDL കൊളസ്ട്രോൾ ആയിട്ടുള്ള ഗുഡ് കൊളസ്ട്രോളിനെ എങ്ങനെ വർദ്ധിപ്പിച്ചെടുക്കാമെന്ന് ഡിസ്കസ് ചെയ്യാം. ഹായ്, ഞാൻ ഡോക്ടർ ജൂഹി ദാസ്, ഡോക്ടർ ഡയറ്റ്. ഞാൻ പറഞ്ഞു കൊളസ്ട്രോൾ എന്ന് പറയുമ്പോൾ എന്താ, നല്ല ഗുണങ്ങളാണ് നമ്മുടെ ബോഡിയിൽ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു ഹോർമോണൽ സെക്രീഷനെ സഹായിക്കുന്നു, വിറ്റമിൻസ് ആയിട്ടുള്ള വിറ്റമിൻ B, C, അതേപോലെ തന്നെ വിറ്റമിൻ A, D, K, അങ്ങനെ വാട്ടർ സോല്യൂബിൾ വിറ്റമിൻസും ഫാറ്റ് സോല്യൂബിൾ വിറ്റമിൻസിനെ എല്ലാം അബ്സോർബ് ചെയ്യുന്നു. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും വിറ്റമിൻസിനെ അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്നു. നമുക്കറിയാം ഈ ഒരു ലിവർ സെക്രീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ലിവറിന്റെ ഗാൽ ബ്ലാഡർ സെക്രീറ്റ് ചെയ്യുന്നതാണ് ബൈൽസ് എന്ന് പറയുന്നത്. ലിവർ സെക്രീറ്റ് ചെയ്തിട്ട് പിത്തരസം സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഗാൽ ബ്ലാഡർ അല്ലെങ്കിൽ പിത്താശയ സഞ്ചിയിലാണ് അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതിനെ ആ ഒരു പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ബൈലിൻ്റെ ആ ഒരു സെക്രീഷനെ സഹായിക്കുന്നതാണ് നമ്മുടെ ബോഡിയിൽ കൊളസ്ട്രോൾ ചെയ്യുന്നത്. നമ്മുടെ സ്കിന്നിൻ്റെ ആരോഗ്യത്തിനും ഹെയറിൻ്റെ ആരോഗ്യത്തിനും നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും എല്ലാം നമുക്ക് കൊളസ്ട്രോൾ അത്യാവശ്യമാണ്. എന്നാൽ ഈ കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുമ്പോഴാണ് ശരീരത്തിൽ ബുദ്ധിമുട്ടുകളായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. കൊളസ്ട്രോൾ എന്ന് കേൾക്കുമ്പം എല്ലാവരും അയ്യോ ഹൃദയാഘാതത്തിൻ്റെ പ്രശ്നങ്ങളായിരിക്കും എനിക്ക് ഉണ്ടാവുക, പെട്ടെന്ന് തന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്നൊരു മെൻറ്റാലിറ്റിയോടെയാണ് എല്ലാവരും ചെയ്യുക. ഈ ശരീരത്തിൽ ഗുഡ് കൊളസ്ട്രോളും അതേപോലെ തന്നെ ബാഡ് കൊളസ്ട്രോളും അടങ്ങിയിട്ടുണ്ട്. അതായത് ബാഡ് കൊളസ്ട്രോൾ എന്ന് പറയുമ്പോൾ ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻസ്. ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരു ബാലൻസ്ഡ് ഡയറ്റാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുമ്പം അതിൻ്റെ അകത്ത് കാർബ്സ് വേണം, പ്രോട്ടീൻസ് വേണം, ഫാറ്റ്സും വേണം. ഇനി എത്ര പെർസെൻറ്റേജ് ആണ് ഇതിൻ്റെ ഒക്കെ അളവ് വേണ്ടത്? അതായത് പ്രോട്ടീൻസ് നോക്കുകയാണെങ്കിൽ ഒരു 70%. നിങ്ങളൊരു പ്ലേറ്റ് എടുക്കുകയാണെങ്കിൽ 70% പ്രോട്ടീൻസും ഒരു 20% നിങ്ങളുടെ ഭക്ഷണത്തിൽ ഫാറ്റിൻ്റെ പെർസെൻറ്റേജ് വേണം. ബാക്കി വരുന്ന ഒരു 10% നിങ്ങളുടെ ഭക്ഷണത്തിൽ കാർബോഹൈഡ്രേറ്റ്സ് അല്ലെങ്കിൽ അന്നജം വേണ്ടത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണ രീതികൾ എങ്ങനെയാണ്? നേരെ ഓപ്പോസിറ്റ് ആണ്. 70% കാർബോഹൈഡ്രേറ്റ്സും അതായത് അന്നജവും 20% ഫാറ്റ്സും 10% പ്രോട്ടീൻസും ആണ് നിങ്ങളെ ആ ഒരു ഭക്ഷണ രീതികൾ എന്ന് പറയുന്നത്. നിങ്ങൾ ഇനി തൊട്ട് ഈ പറഞ്ഞിട്ടുള്ള രീതികളെല്ലാം മാറ്റിയിട്ട് ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ള ആ ഒരു 70% പ്രോട്ടീൻസും 20% ഫാറ്റ്സും 10% ആയിട്ടുള്ള അന്നജവും നിങ്ങൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങളെ ശരീരത്തിലെ ആ ഒരു ബാഡ് കൊളസ്ട്രോളിനെ നമുക്ക് ഈസി ആയിട്ട് കുറയ്ക്കാൻ പറ്റുന്നതാണ്. ഇനി ഈ ഒരു 70% പ്രോട്ടീൻസിൽ വരുന്ന ഭക്ഷണങ്ങൾ നോക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ആദ്യം പറയാം നട്ട്സ്, സീഡ്സ്, ചെറിയ ധാന്യങ്ങളിലെല്ലാം പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട്. കടല, പയറ്, പരിപ്പ് ഇതിൻ്റെ അകത്തെല്ലാം പ്രോട്ടീൻസ് അടങ്ങി. ഓട്സ്, ബാർലി, എഗ് ഐറ്റംസ്, ചിക്കൻ്റെ ആ ഒരു ബ്രസ്റ്റ് പീസിലെല്ലാം ധാരാളം പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട്. ഇനി ഫാറ്റ് പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പം നമുക്കറിയാം ഓയിൽസ്, അതായത് ഒലിവ് ഓയിൽസ്, ആൽമണ്ട് ഓയിൽസ്, കോക്കനട്ട് ഓയിൽസ് ഇതിൻ്റെ അകത്തൊക്കെ ഹെൽത്തി ഫാറ്റ്സ് ആണ്. നിങ്ങൾ ഓയിൽസ് യൂസ് ചെയ്യുമ്പോൾ ആ ഒരു രീതിയിലാണ് അത് നമ്മുടെ ബോഡിയിൽ ഒരു ടോക്സിക് ആണോ അല്ലെങ്കിൽ നോൺ ടോക്സിക് ആണോ എന്ന് അറിയുന്നത്. ഓയിൽസ് യൂഷ്വലി നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? വീട്ടിലൊക്കെ ജസ്റ്റ് അത് ബോയിൽ ചെയ്തിട്ടാണ്. അതായത് നമ്മൾ കറി ഉണ്ടാക്കുകയാണെങ്കിൽ കടുക് ജസ്റ്റ് ഒന്ന് വറക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് നമ്മൾ ഓയിൽസ് യൂസ് ചെയ്യുന്നത്. നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷമാണ് നമ്മൾ അതൊരു കറിയിലോട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു തോരൻ്റെ അകത്തേക്കൊക്കെ ആഡ് ചെയ്യുന്നത്. എന്നാൽ ഓയിൽസ് യൂസ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് ഒരിക്കലും അത് ബോയിൽ ചെയ്യരുത് അല്ലെങ്കിൽ ഹീറ്റ് ചെയ്യരുത്. ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മുടെ ബോഡിയിൽ ടോക്സിസിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഒരു ബാഡ് ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓയിൽസ്, കോക്കനട്ട് ഓയിൽസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, ആൽമണ്ട്സ് ഓയിൽസ്, ഒലിവ് ഓയിൽസ്,
അതേപോലെ മസ്റ്റാർഡ് ഓയിൽസ് എല്ലാം നിങ്ങൾക്ക് ഫ്രഷ് ഫോമിൽ തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഫ്ലാക്സ് സീഡ്സ്, ചിയ സീഡ്സ്, അതേപോലെ പംകിൻ സീഡ്സിൻ്റെ അകത്തൊക്കെ ധാരാളം ഫാറ്റ്സ് അടങ്ങിയിട്ടുണ്ട്. ചെറു മത്സ്യങ്ങളിലും ഒരു മിതമായ രീതിയിൽ ഫാറ്റ്സ് അടങ്ങിയിട്ടുണ്ട്. ചിക്കൻ ഐറ്റംസിലായാലും ഫാറ്റ്സ് അടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ധാരാളം നിങ്ങളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കും. ഇനി മൂന്നാമതായിട്ട് പറയേണ്ടതാണ്, നമ്മുടെ ശരീരത്തിലെ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ തന്നെ വില്ലനായിട്ടുള്ള ഒന്ന് തന്നെയാണ് കാർബോഹൈഡ്രേറ്റ്സ്, അന്നജം. അത് നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. പക്ഷെ അതിൻ്റെ ഇൻടേക്ക് കൂടുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി നമ്മുടെ ബോഡിയിൽ കൂടുമ്പോഴാണ് നമുക്കത് പ്രശ്നങ്ങളായിട്ട് ലീഡ് ചെയ്യുന്നത്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവ് ജസ്റ്റ് ഒരു 10% മാത്രം നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തിയാൽ മതി. കിഴങ്ങ് വർഗ്ഗങ്ങളിലും ഫ്രൂട്ട്സിലും നിങ്ങൾ കഴിക്കുന്ന ചോറിലും എല്ലാം കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയിട്ടുണ്ട്. അതായത് ഇഡ്ഡലി, ദോശ, ഇതിലെല്ലാം കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയിട്ടുണ്ട്. എന്നാൽ അതൊരു മിതമായ രീതിയിൽ എടുക്കാൻ ശ്രമിക്കും. ഇനി നിങ്ങളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ, അതായത് LDL കൊളസ്ട്രോൾ അല്ലെങ്കിൽ കൊളസ്ട്രോളിൻ്റെ ആ ഒരു ഹൈപ്പ് നമുക്ക് കുറയ്ക്കാൻ സഹായിക്കുന്ന ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പം ആദ്യത്തേത് വെജിറ്റബിൾ വിഭാഗത്തിൽപ്പെടുന്ന ബ്രിഞ്ചാളാണ്, വഴുതനങ്ങ എന്ന് പറയുന്നു. ഏറ്റവും അധികം സോലിയബിൾ ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട്, ധാരാളം വിറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മൾ കഴിക്കുവാണെങ്കിൽ, അതായത് നമ്മൾ അറ്റ്ലീസ്റ്റ് അതൊന്ന് ബോയിൽ ചെയ്തിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് യോഗേർട്ട് അല്ലെങ്കിൽ തൈരൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അങ്ങനെ കഴിക്കുവാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ കൂടുതലായിട്ടും ഡീപ്പ് ഫ്രൈ ചെയ്യരുത്, ജസ്റ്റ് ഒരു സൂപ്പർഫിഷ്യൽ ബോയിലിംഗ് മാത്രം ചെയ്യാൻ ശ്രമിക്കുക. ഇത് നമ്മൾ കഴിക്കുമ്പോൾ വയറിനൊരു ഫുൾനെസ് ഫീലിംഗ് തരുന്നു, നമ്മുടെ വൈന്യം നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നതാണ്. പെട്ടെന്ന് തന്നെ ഫാറ്റ് മെറ്റബോളിസം ഈസി ആക്കുന്നു. അതേപോലെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ആപ്പിൾ, അതായത് ഫ്രൂട്ട്സിൽ വിടുന്ന ആപ്പിൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ആപ്പിളിൻ്റെ ആ ഒരു കോട്ടിങ്ങിൽ പെക്റ്റിൻ എന്ന് പറഞ്ഞിട്ടുള്ള സോലിബിൾ ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഒരു ആപ്പിൾ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഹാഫ് സ്ലൈസ്ഡ് ആപ്പിൾ കഴിക്കുമ്പം അല്ലെങ്കിൽ ഒരു ആപ്പിൾ ആസ് എ സ്നാക്സ് ആക്കി കഴിക്കുമ്പം നമുക്ക് വയറിൻ്റെ ആ ഒരു വിശപ്പിൻ്റെ കാഠിന്യം കുറയ്ക്കുകയും ചെയ്യും. വയർ എപ്പോഴും നിറഞ്ഞിരിക്കുന്നൊരു ഫീലിംഗ് ഉണ്ടാവുന്നു. നമ്മൾ എഗെയിൻ ഫുഡ് കഴിക്കുന്ന ആ ഒരു ടെൻഡൻസി നമുക്ക് കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. പെട്ടെന്ന് തന്നെ ഫാറ്റ് മെറ്റബോളിസം ഈസി ആക്കുന്നു, അതായത് എക്സസ് ആയിട്ടുള്ള കൊഴുപ്പിനെ പെട്ടെന്ന് ബേൺ ഔട്ട് ചെയ്യാൻ സഹായിക്കുന്നതാണ്. ഓട്ടോമാറ്റിക്കലി നമ്മളെ ബോഡിയിലെ ഫാറ്റ് മെറ്റബോളിസം നടക്കുമ്പം പെട്ടെന്ന് തന്നെ നമ്മൾ വെയിറ്റ് കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. ബെല്ലി ഫാറ്റോ അല്ലെങ്കിൽ അമിതവണ്ണത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് അതും കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ ഓയിൽസിൽ വരുന്നതാണ് ഒലിവ് ഓയിൽസ് എന്ന് പറയുന്നത്. ധാരാളം omega-3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ഹെൽത്തി ഫാറ്റ്സ് അടങ്ങിയിട്ടുള്ളതാണ്. ഓയിൽസ് ഞാൻ പറഞ്ഞു, അതൊരിക്കലും ബോയിൽ ചെയ്യരുത്. നല്ല രീതിയിൽ ഫ്രഷ് ഫോമിൽ തന്നെ നിങ്ങൾ ഫ്രൂട്ട് സാലഡ്സിലോ അല്ലെങ്കിൽ എന്തെങ്കിലും വെജ് സാലഡ്സ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ 1 ടീസ്പൂൺ ഒലിവ് ഓയിൽ മിക്സ് ചെയ്തിട്ട് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ക്രേവിങ്സ് നമുക്ക് കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. ഇനിയും ഫുഡ് കഴിക്കേണ്ട ആ ഒരു ടെൻഡൻസി നമുക്ക് കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഓട്സ് ഉൾപ്പെടുത്താവുന്നതാണ്. ഓട്സും ഏറ്റവും അധികം പ്രോട്ടീൻസ് ആണ്. പക്ഷേ ഓട്സ് യൂസ് ചെയ്യേണ്ട രീതികളിലാണ് അതിൻ്റെ വ്യത്യസ്തത പറയുന്നത്. ഓട്സ് ഇന്ന് പലരും യൂസ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് പാലിൽ കുറുക്കിയിട്ടോ അല്ലെങ്കിൽ ചൂടുവെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും കഴിക്കുന്നത്. ഇങ്ങനെ കഴിക്കുമ്പം നമ്മളെ ബോഡിയിൽ എഗെയിൻ ഗ്ലൂക്കോസ് മോളിക്യൂൾസ് ഷൂട്ട് ചെയ്യുന്നു. അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു ഗ്ലൈസെമിക് ഇൻഡെക്സ് അല്ലെങ്കിൽ ഗ്ലൈസെമിക് ലോഡ് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓട്സ് എപ്പോഴും ഒരു ഓംലെറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഉപ്പുമാവായിട്ടോ അങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ്. ഓട്സ് യൂസ് ചെയ്യേണ്ട ആ ഒരു മെയിൻ ഇതെന്ന് പറഞ്ഞാൽ സ്റ്റീൽ കട്ട് ഓട്സ് ആണ് യൂസ് ചെയ്യേണ്ടത്. അതൊരു അൺറിഫൈൻഡ് ഫോം ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് ആണ്, അല്ലെങ്കിൽ അൺറിഫൈൻഡ് ഫോം ഓഫ് വീറ്റ്സ് ആണ് ഈ ഒരു സ്റ്റീൽ കട്ട് ഓട്സ് എന്ന് പറയുന്നത്. പലരും ഇന്ന് ഇൻസ്റ്റൻറ്റ് ഓട്സ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. അതൊരിക്കലും യൂസ് ചെയ്യരുത്. സ്റ്റീൽ കട്ട് ഓട്സ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ നിങ്ങളുടെ ഭക്ഷണത്തിൽ വെളുത്തുള്ളി ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. 2-3 വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് കറിയിലോ അല്ലെങ്കിൽ തോരൻ വെക്കുകയാണെങ്കിൽ അതിലൊക്കെ ഒന്ന് മിക്സ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് വെളുത്തുള്ളിൻ്റെ അകത്ത് എല്ലിസിൻ എന്ന കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ ഫാറ്റ് മെറ്റബോളിസം, ശരീരത്തിൽ ഉണ്ടാവുന്ന ഈ കൊഴുപ്പിനെ പെട്ടെന്ന് ബേൺ ഔട്ട് ചെയ്യാൻ, നമ്മുടെ ദഹനത്തിൻ്റെ ആ ഒരു മെറ്റബോളിസം ഈസി ആക്കുന്നു. അതായത് ദഹന വ്യവസ്ഥ കുറച്ചൊന്ന് ഈസി ആക്കാൻ സഹായിക്കുന്നതാണ്. ഗ്യാസ് ട്രബിൾഡ് ഇഷ്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും മലബന്ധത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഈസി ആയിട്ട് കറക്റ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. ധാരാളം ക്രൂസിഫറസ് വെജിറ്റബിൾസ് ഉപയോഗിക്കാൻ ശ്രമിക്കുക. ക്രൂസിഫറസ് എന്ന് പറയുമ്പം എല്ലാവർക്കും തന്നെ അറിയാം, അതായത് ക്യാബേജ്, ബ്രൊക്കോളി, കോളിഫ്ലവർ. അപ്പം ചിലർ ചോദിക്കും, ഈ തൈറോയ്ഡ് രോഗികൾക്ക് ക്രൂസിഫറസ് അല്ലെങ്കിൽ ക്യാബേജ് ഒന്നും കഴിക്കാൻ പറ്റത്തില്ല.
അങ്ങനെയല്ല, തൈറോയ്ഡ് രോഗികൾക്കും കഴിക്കാം. അവർക്കും അതിൻ്റെതായ ന്യൂട്രിയൻസ് ബോഡിയിലേക്ക് ആവശ്യമാണ്. അതായത് ഇപ്പം ക്യാബേജും ബ്രൊക്കോളിയും ഒക്കെ യൂസ് ചെയ്യാനുള്ള ആളുകളാണെങ്കിൽ അവർക്ക് അതൊരു ഫ്രഷ് ഫോമിൽ കഴിക്കരുത്, നന്നായിട്ട് ബോയിൽ ചെയ്ത് കഴിക്കാം. നമ്മൾ സാലഡ്സിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇൻഗ്രീഡിയൻസിലൊക്കെ മിക്സ് ചെയ്തിട്ട് ആ ഒരു റോ ഫോമിൽ കഴിക്കുമ്പോഴാണ് തൈറോയ്ഡ് രോഗികൾക്ക് അത് പ്രശ്നമാവുന്നത്. അതൊരു ഫ്രഷ് ഫോം ഒഴിവാക്കിയിട്ട് നന്നായിട്ട് ബോയിൽ ചെയ്ത് കഴിക്കാവുന്നതാണ്. ഈ LDL കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് ഈ ഒരു ക്രൂസിഫറസ് വെജിറ്റബിൾസ് എന്ന് പറയുന്നത്. അതേപോലെ നിങ്ങൾക്ക് ഫിഷ് ഐറ്റംസ് യൂസ് ചെയ്യാവുന്നതാണ്. അതായത് omega-3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ചെറിയ ചെറിയ മത്സ്യങ്ങൾ, അയല, മത്തി, നെത്തോലി, ഇത്തരം ചെറിയ മത്സ്യങ്ങൾ നന്നായിട്ട് ബോയിൽ ചെയ്ത് കഴിക്കാവുന്നതാണ്. ഡീപ്പ് ഫ്രൈ ചെയ്യാൻ നല്ലതല്ല. ഡീപ്പ് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാലാണ് അത് പല പ്രശ്നങ്ങളും ക്രിയേറ്റ് ചെയ്യുന്നത്. ഫ്രൂട്ട്സും നിങ്ങളെ ഭക്ഷണത്തിൽ ധാരാളം ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. പപ്പായ, അതേപോലെ വാട്ടർമെലൺ, പൈനാപ്പിൾ, മസ്ക് മെലൺ, ഇതൊക്കെ ധാരാളം ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഇത് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ഗ്ലൂക്കോസ് ടെൻഡൻസി അല്ലെങ്കിൽ ഗ്ലൂക്കോസിൻ്റെ ആ ഒരു ഹൈപ്പ് റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. അതേപോലെ LDL കൊളസ്ട്രോൾ നമുക്ക് ഈസി ആയി കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് ഉലുവ, അതേപോലെ കസ്കസ്, ആൽമണ്ട്സ്. ഇതൊക്കെ ഡെയിലി നിങ്ങളുടെ ഭക്ഷണത്തിൽ എന്തെങ്കിലും ഒരു ഇൻഗ്രീഡിയൻസ് ആയിട്ട് യൂസ് ചെയ്യാം. അതായത് ആൽമണ്ട്സ് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടോ, അല്ലെങ്കിൽ ഉലുവ നിങ്ങളുടെ കറീസിലൊക്കെ ഒന്ന് ആഡ് ചെയ്തിട്ടോ, അല്ലെങ്കിൽ കസ്കസ് ഇട്ടിട്ടുള്ള വെള്ളമോ, അങ്ങനെ എന്തെങ്കിലും ഒരു ഫോമിൽ നിങ്ങൾ ഡെയിലി കുടിക്കുകയാണെങ്കിൽ ആ ഒരു ബാഡ് കൊളസ്ട്രോൾ നമുക്ക് ഈസി ആയിട്ട് കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. ഇതോടൊപ്പം തന്നെ നല്ല രീതിയിൽ വർക്കൗട്ട്സ് ചെയ്യുക. ഇപ്പോൾ ഓവർ വെയ്റ്റിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ജസ്റ്റ് ഈ ഒരു ഫുഡിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത്. നല്ലപോലെ ബോഡി ഹീറ്റ് ആവുന്ന രീതിയിൽ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക്